പൊന്മുടി അടച്ചു എന്ന് കരുതി കുറ്റിയും പറിച്ച് ബീച്ചിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്കാണ് ഈ വീഡിയോ. ഇത് വർക്കല ബീച്ച്. ഇവിടെ കടൽക്ഷോഭം കാരണം നീന്തുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങി നീന്തി അർമാദിക്കാമെന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. കടൽ ക്ഷോഭിച്ചു കിടക്കുന്നതിനാൽ അപകട സാധ്യത കൂടുതലുള്ള ഈ ഒരു സാഹചര്യത്തിൽ ലൈഫ് ഗാർഡുകൾ വരുന്നവരെ കടലിലേക്ക് ഇറങ്ങാതിരിക്കാനായി അപകട സൂചന മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ചുവന്ന കൊടിയും ഒപ്പം ഒരു വള്ളിയും വലിച്ചു കെട്ടിയിട്ടുണ്ട്. വള്ളി വളരെ വലുതായതിനാൽ വീഡിയോയിൽ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. വർക്കല എപ്പോ പോയാലും ഒരു കാര്യവുമില്ലാതെ ക്ലിഫിന്റെ ബീച്ച് വ്യൂ നോക്കി ഇങ്ങനെ തേരാപാര നടക്കുന്നത് ഒരു ശീലമാണ്. ഇതിന് പിന്നിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട്. അത് പിന്നീട് പറഞ്ഞുതരാം. വെറൈറ്റി ഡ്രസ് കളക്ഷനും ക്രാഫ്റ്റ് വർക്കും വിന്റേജ് കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് കടകൾ ഈ ഒരു പോർഷനിലുണ്ട്. ഇത്തരം ഐറ്റംസ് കിട്ടുന്ന കടകളും നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിഫിന്റെ ഈ ഒരു വഴിയിലൂടെ കുറച്ചുനേരം വാറ്റിത്തിരിഞ്ഞു നടന്നാലും ഓരോ സ്ഥലത്തു നിന്നും ബീച്ചിലേക്കുള്ള വ്യൂ വളരെ വ്യത്യാസമാണ്. ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ, കാര്യം നമുക്ക് മനസ്സിലായി എന്നല്ലേ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത്? ഇനി താഴെ ബീച്ചിലേക്ക് പോകണമെങ്കിൽ ഈ കാണുന്ന ഈ ഒരു വഴിയിൽ കൂടി താഴേക്കിറങ്ങി പോവുകയാണെങ്കിൽ ബീച്ചിന്റെ ഒരു മെയിൻ ഭാഗത്തേക്ക് നമ്മൾ എത്തും. വഴി വളരെ മോശമായ സാഹചര്യത്തിലാണ് കിടക്കുന്നത്. തെറ്റിയടിച്ച് വീഴാതെ ഇറങ്ങി പോകേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വീഡിയോയിൽ ഞാൻ പലതും കാണിക്കും, പലതും പറയും. നോക്കിയും കണ്ടും പോയാൽ നിങ്ങൾക്കൊള്ളാം. മഴ സമയം കൂടി ആയതുകൊണ്ട് കുത്തനെയുള്ള ഇറക്കവും ഒപ്പം ചെളിയും കൂടി ഉള്ളതുകൊണ്ട് നല്ല അപകടം പിടിച്ച വഴിയാണിത്. ബീച്ചിലേക്ക് ഇറങ്ങിപ്പോകാൻ ഈ ഒരു വഴി മാത്രമല്ല, 2-3 വഴികളുണ്ട്. എന്നിട്ടും ഈ മറ്റേടത്തെ വഴി തന്നെ കാണിച്ചത് എന്തിന് എന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, മുൻപ് മണ്ണിടിച്ചിലിൽ ഇടിഞ്ഞു വീണ ഒരു മൺകട്ടയുടെ പോർഷന്റെ ഉള്ളിൽ വളർന്നു നിൽക്കുന്ന ഒരു തെങ്ങ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. സാഹചര്യങ്ങൾ മോശമാണെങ്കിലും നമ്മളൊന്ന് നിവർന്നു നിന്നാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. വീഡിയോ കണ്ടിട്ട് അവന്റെ തേങ്ങ എന്ന കമന്റ് നിരോധിച്ചിരിക്കുന്നു. നമ്മൾ തെങ്ങിനെ പറ്റി മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. മഴ പെയ്ത് വരുന്ന വെള്ളം ഒരു ചാലിലൂടെ ഒഴുകി കടലിലേക്ക് വരുന്നുണ്ട്. കടലിനും ഈ വഴി വരുന്ന വെള്ളത്തിനും ഇടയ്ക്ക് കുറച്ചു ഭാഗം മണലായിട്ടിങ്ങനെ ഒരു തിട്ട പോലെ രൂപപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ നടുവിൽ ഒരു നായ ഇരിക്കുന്നുണ്ട്. അവനിവിടെ പെട്ടുപോയതാണോ അതോ ഇനി വൈബ് പിടിച്ചിരിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. മഴവെള്ളം കടലിലേക്ക് അധികമായി വരുന്ന സാഹചര്യത്തിൽ സൈഡിലുള്ള മണ്ണൊക്കെ കൂടുതലായി ഇടിഞ്ഞ് കടലിലേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറാമാനോട് ഞാൻ പറഞ്ഞു, ഈ മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു ക്ലിപ്പ് നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ എന്റെ പാവം ക്യാമറാമാൻ ഒരു 5 മിനിറ്റ് അവിടെ കാത്തിരുന്ന് കിട്ടിയ ഒരു ചെറിയ ക്ലിപ്പാണ് ഇപ്പോൾ കാണുന്നത്. ഈ ചുവന്ന കൊടിയുടെ ഒപ്പം കെട്ടിയേക്കുന്ന ഈ ഒരു വള്ളി താണ്ടി നമ്മൾ കടലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഫിസിലടി സൗണ്ട് കേൾക്കാം. വേറാരുമല്ല, ലൈഫ് ഗാർഡ് നമ്മളെ തിരിച്ചു വിളിക്കാനായി ഓടി വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ ആ വള്ളിയുടെ വെളിയിലേക്ക് പോകാതെ അവിടെ നിന്ന് മാസെന്ന് കരുതി പട്ടി ഷോ കാണിച്ചാൽ ലൈഫ് ഗാർഡിന്റെ വായിലിരിക്കുന്ന തെലുങ്ക് കൂടി കേൾക്കേണ്ടി വരും. ഈ പോട്ടം പിടിക്കുന്നതാണ് എന്റെ ക്യാമറാമാൻ. ഈ ഷർട്ട് അവന്റെ ബെസ്റ്റ് കൊടുത്തെന്നാണ് രാവിലെ വന്നപ്പോൾ പറഞ്ഞത്. അവൾക്ക് അയച്ചു കൊടുക്കാനാണ് അവൻ ഇപ്പോൾ ഈ അക്രമം കാണിക്കുന്നത്. ആ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കണ്ടുകിട്ടിയാൽ വിളംബരം ചെയ്യുന്നതായിരിക്കും. വർക്കല ബീച്ചിൽ വരുന്നവർക്ക് വലിയ പൈസ മുടക്കില്ലാതെ വാങ്ങിക്കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ കപ്പലണ്ടി. 20 രൂപ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇത്രയും കപ്പലണ്ടി. ഇവിടെ കപ്പലണ്ടി മാത്രമല്ല, കുട്ടികൾക്കുള്ള പമ്പരവും കളിപ്പാട്ടവും ഒക്കെ നോർത്ത് ഇന്ത്യക്കാർ ഇവിടെ വിൽക്കുന്നുണ്ട്. ഈ മഴ സമയത്ത് ബീച്ചിന്റെ ഭാഗത്ത് തങ്ങി നിൽക്കുന്ന വെള്ളം കടലിലോട്ട് എത്തിക്കാനായി നമ്മുടെ JCB അണ്ണൻ പണിയെടുക്കുന്നതും കാണാൻ സാധിച്ചു. പൊന്മുടിയൊക്കെ അടച്ച സ്ഥിതിക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ വർക്കല ബീച്ച് ഇപ്പോഴും ഓക്കെയാണ്. കടലിലിറങ്ങി കുളിക്കാൻ പറ്റില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ. വലിയ ചിലവൊന്നുമില്ലാതെ പോയി വരാം. വൈബടിക്കാൻ വരുന്ന പയ്യന്മാരാണെങ്കിൽ തൽക്കാലം ഇപ്പോൾ ഈ മണലിലൊക്കെ ഇരുന്ന് വൈബടിക്കാനേ പറ്റത്തുള്ളൂ. കടലിലേക്ക് ആരെയും ഇറക്കി വിടുന്നില്ല. ആരാണെന്ന് മനസ്സിലായല്ലോ, ലൈഫ് ഗാർഡ് അണ്ണന്മാർ. भाई ये रेस्टोरेंट में क्या मिलेगा? सर बेस्ट सी फूड मिलेगा सर आपको. हाँ, फ्रेश फिश, प्रॉन्स, क्रैब, स्क्विड और वेराइटीज ऑफ हमारा जो हो गया चिकन, एग, वेज सब मिलेगा. मॉर्निंग 8 o'clock से 12 o'clock तक आपको ब्रेकफास्ट मिलेगा. केरला ब्रेकफास्ट, इंग्लिश ब्रेकफास्ट वगैरह मिलेगा. 12 o'clock से इवनिंग 11:30 तक आपको लंच डिनर सब मिलेगा. बेस्ट सी फूड कॉर्नर है. फिशेस हमको सेलेक्ट करने के लिए ऑप्शन है? ये सर आप देखिए वहाँ पर. हाँ, आप वहाँ से चूज़ करेंगे फिश. आप यहाँ से चूज़ करेंगे फिश तो आपको वेराइटीज़ बना के देंगे. जैसे कि हमारा केरला ट्रेडिशनल हो गया, वाड़ेले पोलीचोथु, मीन पोलीचोथु, बनाना लीफ, प्रॉन्स तवा फ्राई, कलामरी कन्नवा, केरला स्टाइल फ्राई, क्राब मसाला विथ परोठा, बटर नान, चपाती, कोकोनट राइस, प्लेन राइस, ये सब आपको खाने के लिए मिलेगा. और एक हमारा क्या क्या फिश है इधर अवेलेबल? ये देखिए सर, इसको जो है ना पारा फिश कहते हैं. पारा, बटर फिश, ग्रुपर, हमूर. ये जो है सर जंबो प्रॉन्स हो गया आपको. ये पूरा मीट रहेगा. हाँ, ये आपको आ गया टाइगर प्रॉन्स पूरा फ्रेश. ये पूरा सी से मिलता है. हाँ, हम लोग सी से फ्रेश मिलेगा. या फ्रेश कैचेस करके लाता है. आपको आ गया स्क्विड, कनवा,
इसको आप केरला स्पाइसेस के साथ फ्राई करेंगे, खाएंगे तो बेस्ट रहेगा। और एक बात है सर, ये देखिए सर, गॉड्स ओन कंट्री किचन है, आपको 7:30 एवरी डे, morning नॉट 7:30? वीकेंड ओनली, एवरी डे, मंडे टू संडे आपको जो है ना लाइव म्यूजिक मिलेगा। यहाँ पर तमिल सॉन्ग्स, हिंदी सॉन्ग्स, तेलुगु सॉन्ग, इंग्लिश सॉन्ग सब मिलेगा लाइव बैंड के साथ। उसके बाद आपको डांस फ्लोर भी ओपन मिलेगा, जिससे लोग आते हैं टूरिस्ट चिल करने के लिए, तो हमारे साथ वो होम के जैसा, फैमिली के जैसा होके डांस फैंस करते हैं, अच्छा लगता है। पूरा फैसिलिटी अवेलेबल है। यस सर। एनी ऑफर मिलेगा? सर ऑफर क्या है सर, आप आइए, एंजॉय करिए, मज़ा लीजिए, फूड का, ड्रिंक्स का, वाइब का, एम्बियंस का, पूरा आपको अच्छा रहेगा। 100% सर्विस अच्छा रहेगा। ओके भाई, थैंक यू भाई, थैंक यू सर। थैंक यू। ये गॉड्स ओन कंट्री किचन है, नो एक्स्ट्रा चार्ज। वेलकम गाइस, मंडे टू संडे फ्री एंट्री, गुड वाइफ, गुड फूड with lot of varieties drinks, fresh juices and good music and dance floor. Love you guys.